ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് ഒരു മാസം ആവാറായി. ഇപ്പോഴാണ് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നത്. സോ ദിസ് ഈസ് ക്രിസ്മസ് വീഡിയോ, ഒരു ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് വീഡിയോ ആണ്. നമ്മൾ വിഞ്ചസ്റ്റർ മാർക്കറ്റ്, നമ്മുടെ അടുത്ത് ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ്, 1 hour ഇല്ല, ഒരു 30 minutes to 45 minutes ഡിസ്റ്റൻസിലുള്ള അടുത്ത ടൗണാണ് വിഞ്ചസ്റ്റർ. അവിടെ കത്തീഡ്രൽ ഉള്ളത് കൊണ്ട് തന്നെ ക്രിസ്മസ് മാർക്കറ്റ്സ് വളരെ ആക്റ്റീവാണ്. അപ്പോൾ അന്നേരം നമ്മൾ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് ആക്ച്വലി ഒരു ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ്. അവിടെ കുറച്ച് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടു. നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കുണ്ട്, എല്ലാ ഷോപ്പുകളിലും നല്ല തിരക്കായിരുന്നു. ഇത് ആക്ച്വലി ഒരു ആൻറ്റിക് ഷോപ്പാണ്, കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാത്തിനും നല്ല വിലയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും, അതായത് ഒരു 300-400 പൗണ്ടൊക്കെ ഓരോ സാധനത്തിനും, നമ്മൾ നിസ്സാരം എന്ന് തോന്നുന്ന സാധനത്തിനൊക്കെ വിലയുണ്ട്. അടുത്ത ഷോപ്പ് ഒരു ഹാങ്ങിങ് ഐറ്റംസിൻ്റെയൊക്കെ ഷോപ്പായിരുന്നു. അതും ഏകദേശം ഒരു പീസിന് 30 pounds ഉണ്ടായിരുന്നു. അടുത്തത് ഈ ഷോപ്പ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നമ്മളുടെ സിറ്റിയിലും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ 1-2 ഐറ്റംസ് വാങ്ങിയിരുന്നു. അതായത് വുഡൻ ഐറ്റംസ് ആണ്, വുഡ് കൊണ്ട് പല പല ഷോ പീസസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ ഒത്തിരി ഐറ്റംസ്. ഈ കാണുന്ന ഔള് ഞങ്ങൾ വാങ്ങി, ഇവിടെ നിന്നല്ല, നമ്മൾ താമസിക്കുന്ന അവിടുത്തെ നിന്ന്. അങ്ങനെ ഒരുപാട് ക്യൂട്ട് കുട്ടി ആനിമൽസൊക്കെ നമുക്ക് ഷോ പീസായിട്ട് വെക്കാൻ പറ്റുന്നത് ഇവിടെ ഉണ്ട്. ഇത് ആക്ച്വലി നല്ലൊരു ഷോപ്പായിരുന്നു. ഈ ഷോപ്പും ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെയാണ്. ഈ കൈൻഡ് ഓഫ് ടോയ്സിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ വളരെ ഫണ്ണി ആയിട്ട് കണ്ടിട്ടെടുത്തതാണ്. അതായത് നമ്മുടെ ചിരട്ടയാട്ടോ അത്. അതിൽ ഡിസൈൻ ചെയ്തിട്ട്, പക്ഷേ അതിൻ്റെ വില നോക്കൂ, ഒരെണ്ണത്തിന് 10 pound, 18 pound 2 എണ്ണം, അങ്ങനെയാണ്. ഏകദേശം നാട്ടിലെ 1200 രൂപ ചിരട്ടയിൽ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ ഇത് ക്രോഷയുടെ ഷോ പീസസ് തന്നെ, ക്രോഷയിൽ ചെയ്തത്. ഇപ്പോൾ നമുക്ക് ടേബിളിൻ്റെ പുറത്തോ ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ വയ്ക്കാൻ പറ്റിയത്. പക്ഷെ അത് ഒരുപാട് നല്ല പീസസ് ഉണ്ടായിരുന്നു. കീ ചെയിൻസ്, അങ്ങനെ. എല്ലാ സിറ്റി സെൻറ്ററിലും ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു വിഞ്ചസ്റ്ററിലെ ക്രിസ്മസ് ട്രീ ഇതായിരുന്നു എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും ഉണ്ടാവില്ല, സിമ്പിൾ ട്രീ. ആൻഡ് ഇത് റിക്സ്റ്റീൻ്റെ റെസ്റ്റോറൻറ്റ് ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ ഫോട്ടോ എടുത്തതാട്ടോ. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഷെഫാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കത്തീഡ്രലിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. അവിടെ എന്തെങ്കിലും ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കത്തീഡ്രലിൻ്റെ സൈഡിലേക്ക് നടന്നു. അത്യാവശ്യം ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ ഈവനിങ്. അതുകൊണ്ട് റോഡെല്ലാം കുറച്ച് വെറ്റായിട്ട് കിടക്കുകയാണ്. പക്ഷേ നമ്മൾ നടക്കുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ആയിരുന്നു ഞങ്ങൾ പോയിരുന്നത്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോഴും അത്യാവശ്യം നല്ല, ഈ ഒരു ഈവനിങ് ടൈം ആയിട്ടും ഇത്ര തിരക്ക് കാണുന്നുണ്ട്. പൊതുവേ ഈ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഏതെങ്കിലും ഒരു സിറ്റി സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് ബിൽഡിങ്ങിൻ്റെയൊക്കെ അടുത്തായിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വിഞ്ചസ്റ്റർ കത്തീഡ്രലാണ് അവിടുത്തെ സിറ്റി അട്രാക്ഷൻ ആയതുകൊണ്ട് അവിടെയാണ് ക്രിസ്മസ് മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി നവംബർ ഒരു മിഡ് ഒക്കെ ആകുമ്പോൾ, നവംബർ മിഡ് ടു ജാൻ ഫസ്റ്റ് വീക്ക് വരെയാണ് ക്രിസ്മസ് മാർക്കറ്റ്സ് ഉണ്ടാവുക. ചില സ്ഥലങ്ങളിൽ അത് വളരെ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ഉണ്ടാവുള്ളൂ. ഒരു ഡിസംബർ എൻഡൊക്കെ ആകുമ്പോഴേക്കും തീരും. അങ്ങനെ
ഈ സൈഡിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു വൈബ് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ വൈബ് മനസ്സിലാക്കിയത്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ ലണ്ടനൊക്കെ പോവുകയാണെങ്കിലാണ് അത്രയും ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള രീതിയിൽ ക്രിസ്മസ് എൻജോയ് ചെയ്യണത് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇത്രയും ആളുകൾ കൂടി ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് ഉള്ളൊരു ക്രിസ്മസ് മാർക്കറ്റ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇത് ആക്ച്വലി ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മിൽഡ് വൈൻസിൻ്റെ ഒരു കൗണ്ടറാട്ടോ അത്. പിന്നെ എനിക്ക് തോന്നുന്നു ഷൂറോസിൻ്റെയും ഒരു ഷാക്കാണ് ഇപ്പുറത്ത് കാണുന്നത്. അതായത് പക്ഷെ അവരത് ആ ഒരു നമ്മുടെ നാട്ടിലെ പെട്ടിക്കട എന്നൊക്കെ പറയുന്നൊരു സെറ്റപ്പ് ആണെങ്കിലും അത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ രസമില്ലേ. അതുപോലെ ഇവിടെ അടുത്തൊരു മനുഷ്യൻ വലിയൊരു ബാരലിൽ മുൾഡ് വൈൻ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടിട്ട് പറയായിരുന്നു, പുള്ളി അത് എന്ത് റിസ്ക് എടുത്തിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കണത് എന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് നീങ്ങുമ്പോഴത്തേക്കും ഈ വിൻചെസ്റ്റർ കത്തീഡ്രലിൻ്റെ മാത്രമായിട്ടുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കാണാൻ കയറി. അതായത് ചെറിയ ചെറിയ സോ ബേസിക്കലി ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വുഡൻ ഷാക്കുകളിൽ ആളുകൾ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ അവർ പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ഈ ഫ്ലീ മാർക്കറ്റ്സ് ഉണ്ടാവില്ലേ, ബേസിക്കലി ഇറ്റ്സ് എ ഫ്ലീ മാർക്കറ്റ്, അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് കളക്ഷൻസ്, പല പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഷോപ്പ് അത്യാവശ്യം ഈ ക്ലോത്ത്സ് വെച്ചിട്ടുള്ള ഹെഡ് ബാൻഡ്സ്, അതായത് ബോ, പിന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ബാഗ്സ്, പേഴ്സസ്, അങ്ങനത്തെ ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്നതുണ്ടോ എന്നൊക്കെ. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ഈ വുഡിൽ ചെയ്തിരിക്കുന്ന ഓരോ ക്രാഫ്റ്റ്, അതായത് ഷോ പീസസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് നോക്കൊരു വലിയ സിംഹം, നമുക്ക് ഈ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മരത്തിൽ ചെയ്തിരിക്കുന്നതാണ് ഒരു സിംഹത്തിൻ്റെ ഷേപ്പ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. ആ സിംഹത്തിന് ആക്ച്വലി നല്ല വിലയുണ്ട് കേട്ടോ, 4-4.5 ലക്ഷം രൂപ വിലയുണ്ട്. പിന്നെ ഇങ്ങനെ റാബിറ്റ്സ്, മെയിൻലി ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ആണ് കണ്ടത്. അതായത് ഈ സമ്മർ ടൈമൊക്കെ ആകുമ്പോൾ ഇവർ ഗാർഡൻസൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ വെക്കാൻ പറ്റിയ കുറേ പീസസ് അങ്ങനെ. അതുപോലെ വൈൻ ബോട്ടിൽസൊക്കെ നമുക്ക് ഇങ്ങനെ ബാർ കൗണ്ടറിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ അങ്ങനത്തെ കുറേ ഹോൾഡേഴ്സ് ഒക്കെ കാണാൻ സാധിച്ചു. എഗെയിൻ ഇങ്ങനത്തെ ഈ വുഡൻ വർക്ക്സിൻ്റെ ഷോപ്പുകൾ എല്ലാ ക്രിസ്മസ് മാർക്കറ്റിലും റെപ്പിറ്റേറ്റീവായിട്ട് കണ്ടു എന്ന് തോന്നുന്നു ഞാൻ ഈ പ്രാവശ്യം. അത് കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. പക്ഷെ അവർ ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ എല്ലാം നല്ല ഭംഗിയോടുകൂടി ചെയ്തിട്ടുണ്ട്. ജിറാഫ്, പിന്നെ മഷ്റൂമിൻ്റെ ഷേപ്പിൽ ഒരു ടേബിള്, അതൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം മുന്നേക്ക് നടന്നു വന്നപ്പോഴത്തേക്കും ആളുകൾ ഒരു പോയിന്റിൽ നിന്ന് ക്യൂ നിന്ന് പോവുക. അപ്പോൾ വലിയ ക്യൂ ആണ്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ അവിടെ ക്യൂ അറേഞ്ച് ചെയ്യുന്നൊരു സെക്യൂരിറ്റി കൈൻഡ് ഓഫ് പേഴ്സണോട് നമ്മൾ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിലേക്കുള്ള ക്യൂ ആണ്, ഒരു 15 minutes വെയിറ്റ് ടൈം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതൊന്നും ക്രിസ്മസ് മാർക്കറ്റ് അല്ലേ, അപ്പോൾ ശരിക്കുള്ള ക്രിസ്മസ് മാർക്കറ്റ് വേറെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ആ ക്യൂവിൽ കയറി നിന്ന്. അപ്പോൾ അങ്ങനെ ക്യൂ പാസ് ചെയ്യുന്നത് ഈ കത്തീഡ്രലിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയാണ്. അപ്പോൾ നമുക്ക് ആ പള്ളി കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാൻ സാധിച്ചു. അങ്ങനെ ക്യൂ പാസ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥ ക്രിസ്മസ് മാർക്കറ്റ് വേറെ ഈ പള്ളിയുടെ തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ഒരു വലിയ ഏരിയയിലാണ്. ഈ കാണുന്നത് ഈ ഡ്രൈഡ് ഓറഞ്ച്, അങ്ങനെ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ഡ്രൈ ചെയ്തിട്ട് ഹാങ് ചെയ്യാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് നമ്മൾ ഇപ്പോൾ റൂമിനൊക്കെ എയർ ഫ്രഷ്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പോട്ട്പൂരിയൊക്കെ പോലെ. നല്ല ക്രൗഡഡ് ആയിരുന്നു. ഈ ഭാഗത്തേക്ക് കയറിയപ്പോഴാണ് ആക്ച്വലി മനസ്സിലായത്, ആദ്യം കണ്ടത് തിരക്കൊന്നുമല്ല, ഇതാണ് യഥാർത്ഥ തിരക്ക് എന്നുള്ളത്. ഇതൊരു ഗെയിം ഷോപ്പാണ്. അതായത് ആ സോക്കിൻ്റെ ഉള്ളിൽ
കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ ആ ലേഡി കാണിക്കുന്ന ആ ഐറ്റം സോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കുക. അതാണ് ഗെയിം. അപ്പോൾ ഇത് ഇങ്ങനെ ക്രിസ്മസ് ടൈമിൽ നമുക്ക് വീട്ടിലെല്ലാവരും ഒത്തുകൂടുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഓരോ ടൈപ്പ് ഫണ്ണി ആക്ടിവിറ്റീസൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ ഒരു ഷോപ്പാണത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളത് കുറച്ച് നേരം കണ്ടു. ആ ലേഡി ആക്ച്വലി കണ്ടുപിടിച്ചിട്ടോ അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്തു. അടുത്തത് എനിക്ക് തോന്നുന്നു വൈൻ ഷോപ്പായിരുന്നു, ഓർക്കുന്നില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ നേരെ പോയാലും സൈഡിൽ കൂടി പോയാലും ഒക്കെ ക്രിസ്മസ് മാർക്കറ്റ്സ് തന്നെ, ഷോപ്സോട് ഷോപ്പ്. നമ്മളിങ്ങനെ ഇത്രയും വലിയൊരു ക്രിസ്മസ് മാർക്കറ്റ് കണ്ടിട്ടില്ല UK വന്നിട്ട്. സോ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് കാണാമല്ലോ എത്ര തിരക്കുണ്ട് എന്നുള്ളത്. ഷോപ്സിൻ്റെ അങ്ങോട്ടേക്ക് നമ്മളധികം വീഡിയോസ് എടുത്തില്ല, കാരണം ഫോണൊക്കെ ഏറ്റെടുക്കുന്നത് റിസ്കി ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചിങ്ങോട്ടേക്ക് നീങ്ങി വീണ്ടും മുൾഡ് വൈൻസിൻ്റെ സെക്ഷൻ എത്തി. ഇത് നമുക്ക് എവിടെ ചെന്നാലും കാണാൻ പറ്റും. അതായത് മുൾഡ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വൈനിൽ കുറച്ചും കൂടി സ്പൈസസും ഈ സിട്രസി ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് അഗെയിൻ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതിനെയാണ് മുൾഡ് വൈൻസ് എന്ന് പറയുന്നത്. അതൊരു ക്രിസ്മസ് സ്പെഷ്യാലിറ്റിയാണ്. ബേസിക്കലി ആൾക്കാർക്ക് ഷോപ്പ് ചെയ്യാനും ഒത്തിരി ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. വിൻ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഡേ ടൈം കുറവാണ്, നേരത്തെ ഇരുട്ടാണ് കൂടുതൽ. നമ്മളപ്പോൾ ഒരു ഡിപ്രസ്ഡ് മൂഡി ആയിട്ടായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്യാതറിങ്സൊക്കെയാണ് നമുക്ക് ഒരു എൻജോയ് ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരം. ഈ വീഡിയോ എന്ന് പറയുന്നത് സൗത്ത് ആംപ്ടൺ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വിൻചെസ്റ്റർ മാർക്കറ്റിൽ അത്രയും എടുത്തുള്ളൂ, പിന്നെ കുറേ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മളുടെ അടുത്തുള്ള ക്രിസ്മസ് മാർക്കറ്റ്. നമ്മളൊരു വീക്ക് ഡേ ആണ് പോയത്. നമ്മൾ രണ്ടാളും ജോലി കഴിഞ്ഞ് ഒരു ഈവനിങ് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ എടുത്ത വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം, അതായത് ഒട്ടും ആളില്ല. ഇപ്പോൾ കണ്ട വിൻചെസ്റ്റർ പോലെ അല്ല, ഇവിടെ ഒട്ടും തിരക്കില്ല. കാരണം വീക്ക് ഡേ ആണ്. ആൾക്കാർ വർക്കിംഗ് ഡേയ്സിലൊന്നും അങ്ങനെ നമുക്ക് ആളുകളെ ഒരു 6 മണിക്ക് ശേഷമൊന്നും സിറ്റി സെൻറ്ററിലൊന്നും തിരക്കോട് കൂടിയൊന്നും കാണാൻ സാധിക്കില്ല. ഇത് ചോക്ലേറ്റ് ഫഡ്ജ് ആണെന്നാണ് എൻ്റെ ഒരു ഫഡ്ജല്ല, ചോക്ലേറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ്. ആൻഡ് ഇത് യോർക്ക്ഷയർ പുഡിങ്ങും റാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇത് ക്രംബിളാണ്. ഇത് ആക്ച്വലി നല്ലൊരു കസ്റ്റേർഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇതൊരു ഷോപ്പ്. പിന്നെ ചില്ലി ചീസ് ഫ്രൈസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇതാണ് നമ്മൾ വിൻചെസ്റ്ററിൽ കണ്ടില്ലേ വുഡൻ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ. ഇവിടുത്തെ സൗത്ത് ആംപ്ടൺ ഷോപ്പിൽ നിന്നാണ് ഞാൻ 2-3 ഐറ്റം വാങ്ങിയത്. ഷോ പീസുകൾ നല്ലതാണ്. കുറേ നല്ല ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സിറ്റി സെൻറ്ററിൽ വരുമ്പോൾ കാണുന്നതാണ്. ഈ ക്യൂട്ട് പട്ടിക്കുട്ടി നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ ജിറാഫ്, പിന്നെ ഈ ഡ്രീം ക്യാച്ചർ ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുകയാണ്, എന്തെങ്കിലും വെറൈറ്റി ടൈപ്പ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. വിഷ്ണുവിൻ്റെ അഭിപ്രായം ചോദിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ സിറ്റി സെൻറ്റർ ആയതുകൊണ്ട് നമ്മൾ 1-2 വട്ടം ഇങ്ങനെ വന്നു പോകും. അപ്പോൾ ഇതാണ് സാന്റാസ് ഗ്രോട്ടോ. അതായത് ഇതിൻ്റെ അകത്ത് സാന്റ ഉണ്ടാവും. നമുക്ക് അതായത് കുട്ടികൾക്ക് പൈസ കൊടുത്ത് സാന്റേനെ കണ്ട് ഫോട്ടോ എടുക്കാം. അതാണ് സംഭവം. ഇതൊരു നല്ല ഷോപ്പായിരുന്നു. വിനൈലിൻ്റെ കോസ്റ്റേഴ്സാണ്. അതായത് നമുക്ക് ടീ കപ്സൊക്കെ വെക്കാൻ പറ്റിയ കോസ്റ്റേഴ്സ്, ബട്ട് വിനൈലിൻ്റെ ഷേപ്പിൽ. പിന്നെ ഈ ക്യൂട്ട് മിനിയേച്ചർ ഗിറ്റാർ പീസസ്, എനിക്കത് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ആക്ച്വലി. ഇത് ആക്ച്വലി എനിക്ക് 2 കൊല്ലമായിട്ട് ഞാൻ നോട്ടിട്ടേക്കുന്ന സാധനമാണ്, വാങ്ങണോ വേണ്ടേ എന്നുള്ളത്. കാരണം നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്
നാട്ടിൽ പോകുന്ന വരെ അത് സൂക്ഷിച്ച് വെക്കുന്നത് ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ പെൻഡിങ്ങിലിട്ടതാണ്. ഇത് ക്യാൻഡി ഷോപ്പ്. എല്ലാ മാർക്കറ്റ്സിലും കാണും, എല്ലാ ക്രിസ്മസ് മാർക്കറ്റ്സിലും കാണും. പിന്നെ ഇവിടുത്തെ, അതായത് ഓരോ സിറ്റി സെൻറ്ററിലെ മാർക്കറ്റ്സ് പൊതുവേ റെപ്പറ്റേറ്റീവ് ആയിരിക്കും. എല്ലാ വർഷവും സെയിം കൈൻഡ് ഓഫ് തന്നെ ആയിരിക്കും. ഷോപ്പുകൾ ഒരേപോലത്തെ ആയിരിക്കും. എന്തെങ്കിലും ഒന്നോ രണ്ടോ ഇത് വ്യത്യാസം ഉണ്ടാവും, ഡെക്കറേഷൻസ് വ്യത്യാസം ഉണ്ടാവും. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് ആക്ച്വലി ഒരു ബാർ ഏരിയ ആണ്. പിന്നെ ഇവിടെ ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പുൽക്കൂട് അറേഞ്ച്മെൻറ്റ് കാണുന്നത്. ഇവരങ്ങനെ റിലീജിയസ് ആയിട്ടൊന്നും ചെയ്യാറില്ല പൊതുവെ. അപ്പോൾ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടാണ് പുൽക്കൂടിനെ, നമ്മുടെ നാട്ടിൽ ക്രിബ് എന്നല്ലേ പറയുക, ക്രിബ് അറേഞ്ച്മെൻ്റ് എന്നല്ലേ പറയുക, പക്ഷേ ഇവിടെ നേറ്റിവിറ്റി അറേഞ്ച്മെൻ്റ് എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ ക്രിബ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി, ക്രിബ് ആക്ച്വലി ബേബി ക്രിബ്, അത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത് നേറ്റിവിറ്റി അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളത്. ഇത് സൗത്ത് ആംപ്റ്റൺ ബാർഗേറ്റ് ആണ് കേട്ടോ. സിറ്റിയുടെ ഒരു കവാടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ബാർഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി ഞങ്ങൾ കടന്നിട്ട് ഇപ്പുറത്തെ സൈഡ് വന്നപ്പോഴാണ് നമ്മുടെ ആക്ടിവിറ്റി ഏരിയാസ്, അതായത് നമ്മൾ നാട്ടിൽ കാണുന്ന ഓരോ ഗെയിംസൊക്കെ ഇല്ലേ, ബോൾ ഉരുട്ടി വിടുക, ഡക്കിനെ പിടിക്കുക, അങ്ങനത്തെ കുറേ ഗെയിംസുകളാണ് ഇത്. പിന്നെ ജയൻറ്റ് വീൽ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഫെറിസ് വീൽ, അങ്ങനത്തെ ആക്ടിവിറ്റി സംഭവങ്ങൾ. ആളുകൾ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് വളരെ ശോകമുഖമായിട്ടാണ് എല്ലാ റൈഡുകളും കിടക്കുന്നത്. ഇത് ആക്ച്വലി സ്കെയറി ആയിട്ടുള്ളൊരു റൈഡാണ്. ആ പോഡ് കണ്ടില്ലേ, അവിടെ 2 പേർക്ക് ഇരിക്കാൻ പറ്റും. എന്നിട്ട് നമ്മളെ അത് ലോഞ്ച് ചെയ്ത് വിടും മുകളിലേക്ക്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഈ സംഭവം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ആ സെൻറ്ററിനെ വെച്ചിട്ട് ഇത് റിവോൾവും ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ആ സാധനം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്, പിന്നെ അപ്സൈഡ് ഡൗൺ പോവും, അത്രേ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇരിക്കുന്ന ആ സീറ്റിംഗ് ഏരിയയും കൂടി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല ഞാൻ. അത് ശരിക്കും ആക്ച്വലി സ്കെയറിയാണ്. നമ്മൾ ബാർഗേറ്റ് കടന്നു വന്നപ്പോൾ അവിടെ ഒരു ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ഒരു കൗണ്ട് ഡൗൺ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഷോ കാണാനായിട്ട് പോയിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ട് ഷോ ആയിരുന്നു അത്. കുട്ടികൾക്ക് വളരെയായിട്ട് ഇഷ്ടമാവും. അവരെ ഒരു ആർട്ടിഫിഷ്യൽ സ്നോഫോളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പ്രൊജക്ടറിൻ്റെ സൈഡിൽ. അപ്പോൾ കുട്ടികൾ അവിടെ അതിന് ചുറ്റും നിന്നിട്ട് കളിക്കുക, ആ സ്നോഫോൾ എൻജോയ് ചെയ്യായിരുന്നു.
ഇത് നമ്മുടെ അടുത്തുള്ളൊരു മോളാണ്, വെസ്കി മോൾ. അതിൻ്റെ അടുത്തായിട്ട് സാധാരണ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ അത് നോക്കാൻ വേണ്ടി പോവാണ്. ക്രിസ്മസ് ടൈം ആയ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ചൂറോസ് എന്ന് പറയുന്നത്. ഈ വിൻ്റർ അത്യാവശ്യം നല്ല തണുപ്പും വിൻഡി ആയിട്ടുള്ള ദിവസങ്ങളിൽ ആ ചൂറോസ് കഴിക്കാൻ നല്ലൊരു വൈബാണ്. സോ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ താഴെ കാണുന്നതാണ്, ഇതാണ് ഐസ് സ്കേറ്റിംഗ് ഏരിയ. നമ്മൾ ഉള്ളിൽ കയറിയില്ല, കാരണം അപ്പോഴേക്കും വെതർ മോശമായി തുടങ്ങി. അപ്പോൾ നമ്മൾ പോകാം, അത്യാവശ്യം വിൻഡി ആയി തുടങ്ങി, തിരിച്ചു പോകാം എന്നുള്ളൊരു മൈൻഡായി തുടങ്ങി. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് തിരിച്ചു പോവാം എന്നായി. ഇത് ആർട്ടിഫിഷ്യലായിട്ട് അവർ ഒരു ടെമ്പററി സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടി. എല്ലാ സ്ഥലത്തും എല്ലാ സിറ്റിയിലും ഉണ്ടാവും. ഇത് പ്രത്യേകിച്ച് അറിയണമെന്നില്ല, ആൾക്കാർ വെറുതെ ഫണ്ണിന് വേണ്ടിയിട്ട് ഫാമിലിയായിട്ട് പല ഏജ് ഗ്രൂപ്പിലുള്ളവരിത് ചെയ്യും. കുറേ പേര് വീഴും, എഴുന്നേക്കും, രസമാണത്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റിയാണത്.